ഓച്ചിറ ചങ്ങൻകുളങ്ങര പുലിത്തിട്ട ചതുഷ്ഷഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദൈവ ക്ഷേത്രത്തിൽ കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം ആരംഭിച്ചു. ഫെബ്രുവരി 2-ന് സമാപിക്കും. ഓച്ചിറ ചങ്ങൻകുളങ്ങര പുലിത്തിട്ട ചതുഷ്ഷഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദൈവ ക്ഷേത്രത്തിലാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാന ചടങ്ങ് ആരംഭിച്ചത്. ഫെബ്രുവരി 2-ന് സമാപിക്കും. സ്വാമി ശുഭാംഗാനന്ദ ഉദ്ഘാടനം ചെയ്തു. 21-ാം നൂറ്റാണ്ടിന്റെ ദീർഘദർശിയുമായിരുന്ന ശ്രീനാരായണ ഗുരുദേവനാണ് ആചാര അനുഷ്ഠാന ക്രമങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ക്ഷേത്ര സങ്കല്പത്തിന് പോലും പുതിയ മാനവും രൂപവും നൽകിക്കൊണ്ട് ഒരു നവോത്ഥാന പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു. ഇന്നേക്ക് 138 വർഷങ്ങൾക്ക് മുമ്പാണ് ഗുരു നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നും ഒരു ശിലാവിഗ്രഹം എടുത്ത് ഗുരുവിന്റെ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പീഠമായി സങ്കല്പിച്ച അരുവിപ്പുറത്തെ കിഴക്കേ പാറയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഗുരുവിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വളവനാട് വിമൽ വിജയ് മുഖ്യപ്രഭാഷണം നടത്തി. സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ മുഖ്യ സന്ദേശം നൽകി. 28-ന് മഹാമൃത്യുഞ്ജയ ഹോമം, കാളിക പൂജ, 29-ന് ചണ്ഡികാ പൂജ, അഷ്ടപതിലയം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. ഫെബ്രുവരി 2-ന് രാവിലെ 8-ന് ആയില്യം പൂജ, തുടർന്ന് അഭീഷ്ട വരപ്രസാദ പൂജ, 10-ന് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാന സമാപനം എന്നിവയുണ്ടാകും. 7:30-ന് ശ്രീമൂല ഭഗവതിയുടെ തിരിച്ചെഴുന്നള്ളത്തും നടക്കും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.